മിട്ടു എന്ന പേരുള്ള ഒരു നായ്ക്കുട്ടിയുടെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമ്മുടെ ഈ മിട്ടു നായ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഒരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇങ്ങനെ നടക്കുമ്പോഴാണ് മിട്ടുവിന് ഒരു എല്ലിൻ കഷ്ണം കിട്ടിയത്. വളരെ സന്തോഷത്തോടും ആർത്തിയോടും കൂടി അവൻ ചാടി ചെന്ന് ആ എല്ലിൻ കഷ്ണം കടിച്ചെടുത്തു. എന്നിട്ട് അവിടെ നിന്ന് കഴിക്കാതെ അതും കടിച്ചു പിടിച്ചുകൊണ്ട് നടന്നു. എന്തിനാണെന്നറിയോ? വീട്ടിലെത്തിയിട്ട് മറ്റാരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാലോ, അതിനുവേണ്ടി അവൻ കടിച്ചു പിടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. നമ്മുടെ മിട്ടുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരു പുഴ കടക്കണം. ആ പുഴയ്ക്ക് കുറുകെ ഒരു പാലമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാലത്തിലൂടെ സുഗമമായിട്ട് കടന്നു വേണം മിട്ടുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ. മിട്ടു ആ എല്ലിൻ കഷ്ണം കടിച്ചെടുത്തുകൊണ്ട് ആ പാലത്തിൻ്റെ അടുത്തെത്തി. പാലത്തിലേക്ക് കയറി കുറച്ച് മുന്നോട്ട് നടന്നതും മിട്ടു താഴോട്ട് നോക്കി. മിട്ടുനായ താഴോട്ട് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? താഴെ അതാ മറ്റൊരു നായക്കുട്ടി എല്ലിൻ കഷ്ണം കടിച്ചു പിടിച്ച് നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ മിട്ടുനായക്ക് ആക്രാന്തം മൂത്തു. ആ എല്ലിൻ കഷ്ണം കൂടി എനിക്ക് കിട്ടണം, എന്നാൽ എനിക്ക് 2 എല്ലിൻ കഷ്ണം ഒരുമിച്ച് കഴിക്കാലോ. താഴെ കണ്ടത് മിട്ടുനായയുടെ തന്നെ പ്രതിബിംബമാണെന്ന് ആ മിട്ടുനായക്ക് അറിയില്ലല്ലോ. ഒട്ടനായ മിട്ടു അത് മനസ്സിലാക്കിയില്ല. മിട്ടു വിചാരിച്ചു വേറൊരു നായ എല്ലിൻ കഷ്ണം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ആ മിട്ടുവിൻ്റെ തന്നെ നിഴലായിരുന്നു താഴെ വെള്ളത്തിൽ കണ്ടിരുന്നത്. മിട്ടുനായ ആ എല്ലും കൂടി തനിക്ക് വേണമെന്ന ആക്രാന്തത്തിൽ താഴെയുള്ള നായയെ പേടിപ്പിക്കാൻ വേണ്ടി അങ്ങ് കുരച്ചു. അങ്ങ് കുരയ്ക്കലും മിട്ടുനായുടെ വായിലുള്ള എല്ലിൻ കഷ്ണം അതേ താഴെ വെള്ളത്തിലേക്ക് പോയി. മിട്ടുനായക്ക് സങ്കടമായി. അന്നാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. സങ്കടം കൊണ്ട് മിട്ടുനായ എന്ത് ചെയ്യാണെന്ന് അറിയാതെ അങ്ങനെ വീട്ടിലേക്ക് നടന്നു പോയി. ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? അത്യാഗ്രഹം നല്ലതല്ല. ആ എല്ലിൻ കഷ്ണം മാത്രമായിട്ട് പോയിരുന്നെങ്കിൽ ആ എല്ലിൻ കഷ്ണം കിട്ടില്ലായിരുന്നോ? ഒന്നിനും നമ്മൾ അത്യാഗ്രഹം കാണിക്കാൻ പാടില്ല.